എൻ്റെ വലിയനോട് ആരാണോ ശത്രുത വെക്കുന്നത് അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വലിയകളുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. അവരോട് ആര് ശത്രുത വെച്ച് പുലർത്തിയാലും പടച്ച റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നു. ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്നാണ്. യുദ്ധം ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹർബ് എന്ന് പറഞ്ഞാൽ ഖിതാലാണ്, യുദ്ധമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എപ്പോഴാണ് ഈ വലിയാവുന്നത് അതും അറിയണം. വലിയന് വ്യത്യസ്ത ഡെഫിനിഷനാണ് മനുഷ്യന്മാർക്കിടയിലുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആരാണെന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യലാണ്. ഇസ്ലാം കാര്യങ്ങൾ 5. അതിനു പുറമെ വാജിബായ ഫർളാക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം. തീർന്നില്ല, ആ വിലായത്ത് വർദ്ധിക്കും. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വീണ്ടും വീണ്ടും ഒരടിമ എന്നിലേക്ക് അടുത്ത് എൻ്റെ വലിയായി തീരും. സുന്നത്തായ നമസ്കാരം, സുന്നത്ത് നോമ്പുകൾ, സുന്നത്തായ സദഖകൾ, അങ്ങനെ തുടങ്ങി നിർബന്ധമല്ല എന്നാൽ പുണ്യമായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. എത്രത്തോളം? ഹത്ത ഉഹിബ്ബഹു, അങ്ങനെ ആ അടിമയെ ഞാൻ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം സ്ഥിരപ്പെടും. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഒരടിമയെ സ്നേഹിച്ചാൽ, അള്ളാഹു പറയാണ്, എൻ്റെ മഹബ്ബത്ത് ഒരടിമക്ക് കിട്ടിയാൽ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ. അവൻ കാണുന്ന കണ്ണ്, കേൾക്കുന്ന കാത്, പിടിക്കുന്ന കൈ, നടക്കുന്ന കാൽ ഞാനായിത്തീരും. പ്രിയപ്പെട്ടവരെ, പണ്ഡിത ലോകത്ത് 2 വ്യാഖ്യാനമാണ് ഈ വാക്കിനുള്ളത്. അതിലൊന്ന്, എല്ലാ തിന്മകളിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നും ആ അടിമയെ അള്ളാഹു രക്ഷപ്പെടുത്തും. എല്ലാ നന്മകളും ചെയ്യാൻ ശരീര അവയവങ്ങൾക്ക് താക്കത്ത് നൽകുകയും ചെയ്യും.